വളരെ ടേസ്റ്റിയും സോഫ്റ്റും മോയിസ്റ്റുമായ ഒരു അടിപൊളി പൈനാപ്പിൾ കേക്കാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കേക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ രീതിക്കൊന്ന് ഉണ്ടാക്കി നോക്കുക, തീർച്ചയായും ഇഷ്ടപ്പെടും. ഞാൻ ലിഷ, വെൽക്കം ടു മൈ ചാനൽ thecoffeemug. പൈനാപ്പിൾ കേക്ക് ഉണ്ടാക്കുന്നതിനായി ആദ്യം കുറച്ച് പൈനാപ്പിൾ വേവിച്ചെടുക്കണം. അതിനായി ഒരു പാനിലേക്ക് 1/4 കപ്പ് ചെറുതായി അരിഞ്ഞ പൈനാപ്പിൾ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ പഞ്ചസാര ഉരുകുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ട് ചൂടാക്കിയെടുക്കണം. എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഇതിനായി പൈനാപ്പിൾ എടുക്കുമ്പോൾ നല്ല പഴുത്തതും മധുരമുള്ളതും എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ മെൽറ്റായി പൈനാപ്പിളിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇങ്ങനെ ഏകദേശം 10 മിനിറ്റോളം വേവിച്ചെടുക്കണം. കഷ്ണങ്ങളൊന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇടയ്ക്കിളക്കി ഇട്ട് കൊടുക്കണേ. വെള്ളമൊക്കെ നല്ലതുപോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനിയും മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. വെള്ളമൊക്കെ കുറുകി വന്നിട്ടുണ്ട്. കഷ്ണങ്ങൾ വെന്തോ ഒന്ന് സ്പൂൺ വെച്ചൊന്ന് ഉടച്ച് നോക്കാം കേട്ടോ. പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇതിൽ നിന്ന് ഇനി ജ്യൂസ് അരിച്ച് മാറ്റിയെടുക്കണം. ജ്യൂസും പൈനാപ്പിൾ പീസുകളും കേക്കിൻ്റെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാട്ടോ. ഇതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു സ്പൂൺ വെച്ച് നന്നായി അമർത്തി പാനി വേർതിരിച്ചെടുക്കണം. പൈനാപ്പിൾ കഷ്ണങ്ങളിൽ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാകാൻ പാടില്ല. വെള്ളത്തിൻ്റെ അംശം അധികമായി ഉണ്ടെങ്കിൽ കേക്ക് ബേക്കായി വരുമ്പോൾ പൈനാപ്പിളിൻ്റെ പീസുകൾ കേക്കിൻ്റെ അടിയിലേക്ക് പോയി കിടക്കും. അതുപോലെ തന്നെ കേക്ക് കുഴഞ്ഞു പോവുകയും കറക്റ്റായി ബേക്കായി കിട്ടത്തുമില്ല. പറ്റുന്ന അത്രയും ജ്യൂസ് പ്രസ് ചെയ്തെടുക്കണം. ഈ പൈനാപ്പിൾ പീസുകൾ മറ്റൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അതിനൊരു അരിപ്പയിലേക്ക് അളവ് കപ്പിന് 1 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/8 ടീസ്പൂൺ അതായത് 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡ, 1/8 ടീസ്പൂൺ ഉപ്പ് ഇവയെല്ലാം ചേർത്ത് അരിച്ചെടുക്കണം. എന്നിട്ട് ഒരു വിസ്കോ സ്പൂണോ വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ തന്നെ 2 പ്രാവശ്യം കൂടി അരിപ്പയിൽ അരിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്താൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കട്ടകളൊന്നുമില്ലാതെ നന്നായി മിക്സായി കിട്ടുകയും കേക്ക് നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. 165 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റാണ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കേണ്ടത്. അടുത്തത് മറ്റൊരു ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള അൺസോൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പും 2 ടേബിൾ സ്പൂണും ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇത് 85 ഗ്രാം ഉണ്ട്. ഇനി ലോ സ്പീഡിൽ ബീറ്റ് ചെയ്ത് ബട്ടർ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. റൂം ടെമ്പറേച്ചറിൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടും. നമ്മൾ കേക്ക് ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിൽ ഉള്ളതായിരിക്കണം. അതുപോലെ തന്നെ എടുക്കുന്ന പാത്രത്തിലും ബീറ്ററിൻ്റെ ബ്ലേഡിലും ഒന്നും വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാരയും ബട്ടറും ബീറ്റ് ചെയ്ത് നല്ല ക്രീം പരുവത്തിലാക്കി എടുക്കണം. തുടക്കത്തിൽ ലോ സ്പീഡിലും പഞ്ചസാര പൊടിയെല്ലാം ബട്ടറിൽ മിക്സായി കഴിയുമ്പോൾ സ്പീഡ് കൂട്ടി ഹൈ സ്പീഡ് വരെ ബീറ്റ് ചെയ്യണം. ഇതിനു മുൻപ് ഞാൻ നല്ല ടേസ്റ്റും വളരെ സോഫ്റ്റും മോയിസ്റ്റുമായ ബട്ടർ കേക്ക്, ഗീ കേക്ക്, ടൂട്ടി ഫ്രൂട്ടി കേക്ക്, ഓറഞ്ച് സ്പോഞ്ച് കേക്ക് എന്നിവയുടെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അവയുടെ ലിങ്ക് എൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതും കൂടി ഒന്ന് കാണണേ. കേക്കുകളൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കേണ്ട കേക്കുകളാണ് ഇവയെല്ലാം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കാനും മറക്കല്ലേ. ഞാനിങ്ങനെ ഏകദേശം 3 മിനിറ്റോളം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രീം പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. 2 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് ചേർത്തിട്ട് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്ത് കമ്പൈൻ ചെയ്തെടുക്കാം. അടുത്ത മുട്ടയും ചേർത്തിട്ട് ബീറ്റ് ചെയ്യാം. ഇങ്ങനെ ഏകദേശം 1.5 മിനിറ്റ് ബീറ്റ് ചെയ്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസും 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും
4 തുള്ളി യെല്ലോ ഫുഡ് കളറും ചേർത്ത് ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. ഫുഡ് കളർ ചേർക്കുന്നത് ഓപ്ഷണലാട്ടോ. നിങ്ങൾ വീട്ടിൽ ചുമ്മാ ഉണ്ടാക്കുമ്പോൾ ചേർക്കണമെന്നില്ല. ഞാനത് വീഡിയോയിൽ വരുമ്പോൾ കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ച് ചേർത്തന്നേ ഉള്ളൂ. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2 പ്രാവശ്യമായി ചേർത്ത് കൊടുക്കണം. സ്പാറ്റില വെച്ച് ഫോൾഡ് ചെയ്തെടുക്കണം. ഓവറായിട്ട് മിക്സ് ആവണ്ട കേട്ടോ. ജസ്റ്റ് പൊടികളൊന്നും കാണാത്ത രീതിയിൽ ആക്കിയെടുത്താൽ മതി. ആദ്യത്തെ പ്രാവശ്യം പൊടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരുന്ന പൈനാപ്പിളിൻ്റെ ജ്യൂസില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഇത് 3 ടേബിൾ സ്പൂൺ ജ്യൂസ് ഉണ്ട് കേട്ടോ. ഇതും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഓവറായിട്ട് മിക്സ് ആകരുത്. രണ്ടാമത്തെ ട്രിപ്പ് പൊടിയും കൂടി ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. അവസാനം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വേവിച്ചിട്ട് ജ്യൂസ് മാറ്റിയെടുത്ത പൈനാപ്പിളിൻ്റെ പീസുകളാണ്. ഇത് ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇവയും ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കണം. ഈ പൈനാപ്പിൾ പീസുകൾ കേക്കിൽ കടിക്കാൻ കിട്ടുന്നത് നല്ലതാണ്. ഇപ്പോൾ പൈനാപ്പിൾ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിന് ബേക്കിംഗ് പാനിലേക്ക് മാറ്റാം. അതിന് ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ റൗണ്ട് പാനാണ് എടുത്തിരിക്കുന്നത്. അടിയിലും സൈഡിലും ബട്ടർ തൂത്തിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ബാറ്റർ കുറച്ച് തിക്കാട്ടോ. ഇതാണ് കറക്റ്റ് പരുവം. സ്പാറ്റില വെച്ചൊന്ന് ലെവൽ ചെയ്തെടുക്കാം. രണ്ട് മൂന്ന് പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി വലിയ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടിയും പൈനാപ്പിളിൻ്റെ പീസുകൾ എല്ലായിടത്തും എത്തുന്നതിന് വേണ്ടിയും ഒരു സ്റ്റിക്ക് വെച്ച് ചുറ്റിച്ച് കൊടുക്കാം. 2-3 പ്രാവശ്യം കൂടി ടാപ്പ് ചെയ്തിട്ട് പ്രീഹീറ്റ് ആയിരിക്കുന്ന ഓവനിലേക്ക് ബേക്ക് ചെയ്യാനായി വെക്കാം. 165 ഡിഗ്രി സെൽഷ്യസിൽ 35 മുതൽ 40 മിനിറ്റ് വരെയാണ് ബേക്കിംഗ് ടൈം. ഓരോ ഓവൻ അനുസരിച്ച് ബേക്കിംഗ് ടൈമിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാട്ടോ. 35 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഒരു സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കുക. എനിക്കിവിടെ 37 മിനിറ്റിൽ ബേക്കായി കിട്ടി. ബേക്കിംഗ് കഴിഞ്ഞ് കേക്ക് ഓവനിൽ നിന്ന് എടുത്തിട്ട് ഒരു ടവലോ ടർക്കിയോ വെച്ച് മൂടിയിടുക. ഒരു 20-25 മിനിറ്റിന് ശേഷം ബേക്കിംഗ് പാനിൽ നിന്ന് വയറാക്കിലേക്ക് മാറ്റാം. ഈ സമയത്ത് സൈഡിലുള്ള ബട്ടർ പേപ്പറൊക്കെ മാറ്റി കൊടുക്കാം. ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് 20 മിനിറ്റ് ആയപ്പോൾ മുകളിലെ ഹീറ്റിംഗ് കോയിൽ ഓഫ് ചെയ്തു. അല്ലെങ്കിൽ മുകൾ ഭാഗം ഓവറായിട്ട് കളർ മാറിപ്പോകും. അപ്പോൾ നിങ്ങൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇടയ്ക്ക് നോക്കുക. ആവശ്യത്തിന് കളർ കേക്കിൻ്റെ മുകൾ ഭാഗത്തായി വന്നിട്ടുണ്ടെങ്കിൽ മുകളിലത്തെ കോയിൽ ഓഫ് ചെയ്യുക. ഇപ്പോൾ കേക്ക് ചൂടൊക്കെ നന്നായി ആറിയിട്ടുണ്ട്. ഇനിയൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആട്ടോ. പിന്നെ ഒരു കാര്യം, ഈ കേക്ക് ഉണ്ടാക്കി അടുത്ത ദിവസം കഴിക്കുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാൻ മറക്കല്ലേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ വീഡിയോസൊക്കെ ഇട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.